3 ദിവസം തെരച്ചിലൊന്നും ധർമ്മസ്ഥലയിൽ നടന്നിട്ടില്ല. 13ാം പോയിന്റിലേക്ക് GPS സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. 2 ദിവസത്തിനിടയിൽ നടന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന ഒരു GPS സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശ്വാസം തന്നെ ഈ ഒരു മെഷീൻ ഉണ്ട്. ജലമുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലും കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന മെഷീൻ ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണ വിശ്വാസം ഈ ഒരു മെഷീനിലുണ്ട് എന്നുള്ളതാണ്. ബാഹുബലി ക്ഷേത്ര ഭൂമിയിൽ ഒരു നവവധുവിനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോൾ വലിയ രീതിയിൽ മണ്ണിട്ട് അവിടെയുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് സാക്ഷിയുടെ അഭിഭാഷകർ പരാതിപ്പെട്ടിട്ടുണ്ട്. 13ാം പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ മറവ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം സാക്ഷി പറഞ്ഞത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് കുഴിച്ചിടുമ്പോൾ 6 പേര് ദൂരെ നിന്നും കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തെളിവായിട്ട് ദൃക്സാക്ഷികളും അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു 13ാം പോയിന്റിൽ ഈ ഒരു GPS സിസ്റ്റം കൊണ്ടുവരിക തന്നെ വേണമെന്ന് SITയോട് നിരന്തരമായിട്ട് അപേക്ഷിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മെഷീൻ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ന് വരെ അന്വേഷിച്ചിട്ടുള്ളത് 12 പോയിന്റുകൾ മാത്രമാണ്. ഈ 12 പോയിന്റിൽ വീണ്ടും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്ന് SIT ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 70 പോയിന്റിന് മുകളിൽ ആള് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ സർപ്രൈസ് സ്പോട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസവും കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 13ാം പോയിന്റ് വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു അങ്ങനെ 63 പോയിന്റുകൾ. എത്ര ദിവസം കൊണ്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിരന്തരമായി ഇത്തരം വാർത്തകൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുന്ന ന്യൂസ് 18 മാത്രമാണ് വാർത്തകൾ ചെയ്യുന്നത്. ഈ ന്യൂസ് 18 തന്നെ ഒരു വാർത്ത തന്നെ പല രീതിയിൽ പലതായിട്ട് പല തമ്പനയിൽ വിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ കൃത്യമായ പോയിന്റ് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് 13ാം പോയിന്റിൽ GPR സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് 1986 ഡിസംബർ 22-ാം തീയതി കാണാതായ പത്മലത എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അവർ SITക്ക് പരാതി നൽകി. അന്ന് ആ ഒരു കേസ് എഴുതി മായ്ച്ച് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും അവർ അതേ പരാതിപ്പെട്ടിട്ടുണ്ട്. 2004 രജിത് എന്ന് പറയുന്ന കാഞ്ഞങ്ങാടുകാരൻ കല്യാണം കഴിഞ്ഞ് നവവധുവരന്മാര് ആ ഒരു സ്ഥലത്തേക്ക് ധർമ്മസ്ഥലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് D കമ്പനിയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തല നാരിഴക്ക് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അവർ ന്യൂസ് 18നോട് പറയുന്നത് നമ്മൾ കേട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലുള്ള ഇവരുടെ തെരച്ചിലിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ബാഹുബലി ക്ഷേത്ര ഭൂമിയിലാണല്ലോ തെരച്ചിൽ നടത്തിയിരുന്നത്. അവിടെ ആനകൾ വരുന്നു, ഇവരെ ഉപദ്രവിച്ചു. അങ്ങനെ അവർ പടക്കമെല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ആനകളെ ഓടിച്ചുകൊണ്ട് അവർ തിരിച്ചു വന്നത് എന്നുള്ള ഒരു കാര്യം പറയുന്നു. എന്നും രാവിലെ 11:30 ഇവരുടെ തിരച്ചിൽ ടീം പോകുന്നത്. ഞായറാഴ്ചകളിൽ ഇവർ ലീവ് പോലും എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. 70-ൽ പരം പോയിന്റുകളുണ്ട്. എന്നിട്ടും ഇവർ ഞായറാഴ്ച ലീവ് എടുക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയാണെന്നുള്ളതാണ്. ഈ ക്ഷേത്രഭൂമിയിലാണ് ഈ സാക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു മൊഴിയുള്ളത്. അത് ഈ നവവധുവരന്മാരെ കൊണ്ടേ കുഴിച്ചുമൂടി എന്നുള്ളതാണ്. ഈ ക്ഷേത്രഭൂമിയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു, 8 അടിയോളം മണ്ണിട്ട് ആ ഒരു സ്ഥലത്തെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. 100 കണക്കിന് സ്ത്രീകള്, അതേപോലെ തന്നെ വിദ്യാർത്ഥിനികള്, രക്ഷിതാക്കള്, പ്രായമായവര്, അങ്ങനെ ഒരുപാട് ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥലയിലുള്ള ഇയാൾ ചൂണ്ടിക്കാണിച്ച ഈ ഒരു സ്ഥലങ്ങള്, ഇയാൾ ചൂണ്ടിക്കാണിച്ച പോയിന്റുകൾ. പക്ഷേ ഈ ഒരു വാർത്തയുടെ ഗൗരവം ദിവസം തോറും കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. നമുക്കത് വെറും കഥകളായി മാറുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ചാനൽ മാത്രം വാർത്ത കൊടുക്കുന്നു അല്ലെ, അവർ തന്നെ അത് ബിസിനസ് പരമായി വൽക്കരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു വാർത്ത തന്നെ പല രീതിയിൽ അവർ പറഞ്ഞത് കേൾക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ GPR എന്ന ഒരു സംവിധാനത്തിലൂടെ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി മാത്രം വരിക. ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനടിയിൽ നിന്ന് എടുക്കാൻ പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല അല്ലേ. നമ്മളെപ്പോലെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം പച്ചയായ മനുഷ്യരാണ്, ഒരു കൂട്ടം പച്ചയായ പെൺകുട്ടികളുണ്ട്. അവരൊക്കെ അത് ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. കഥയായി മാറുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു മിഷൻ, റഡാർ മിഷൻ അവിടെ കൊണ്ടുവന്നിട്ട് പരിശോധന നടത്തി അതിൻ്റെ ഒരു ട്രയൽ എന്ന രീതിയിൽ അവിടെ നടത്തിയിട്ടുണ്ട്. അത് വിജയകരമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് അന്വേഷിക്കുന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു നവവധൂവരന്മാരെ ക്ഷേത്രഭൂമിയിൽ അടക്കം ചെയ്ത കഥ പറയുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, സ്കൂൾ യൂണിഫോമിൽ വന്ന പെൺകുട്ടിയാണ്, അതിനെ ക്രൂരമായി ഉപയോഗിച്ചിരുന്നു. ആ പെൺകുട്ടിയെ കുഴിച്ചിടുന്നതും ഇദ്ദേഹം തുറന്നു പറയുന്നു. അത് ആ പെട്രോൾ പമ്പിന്റെ സൈഡിലാണ്. അവിടെ നിന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൂടാതെ തന്നെ അനന്യ ഭട്ടിനെ ഇപ്പോഴും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അനന്യ ഭട്ട് ആരാണെന്ന് പോലും അറിയുണ്ടാവില്ല. അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ള കേരള വസ്ത്രം ധരിച്ച ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ 2000-ൽ പരം ആളുകളെ കാണാതായിട്ടുള്ള കഥയും നമുക്കറിയാം. അങ്ങനെ ഒട്ടനവധി ആളുകളെ കാണാതായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടെത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നാളെ നമ്മുടെ വീട്ടിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് ചർച്ച ചെയ്യുക, അത് ആളുകളിലേക്ക് എത്തിക്കുക. നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്കൊന്നും സംഭവിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. മറ്റുള്ള ചാനലുകൾ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ ഒന്ന് തന്നെ പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പോയിന്റായിട്ട് വന്നിട്ടുള്ളത്. അമേരിക്കൻ നിർമ്മിതിയായിട്ടുള്ള ഒരു GPR സംവിധാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 13-ാം പോയിന്റിൽ അന്വേഷണം നടത്തും. 13-ാം പോയിന്റിൽ കുഴിച്ചിടുന്നത് 6 പേര് ദൃക്സാക്ഷികളായിട്ട് കണ്ടിട്ടുണ്ട്. വനമേഖലയിൽ കുഴിച്ചിടുന്ന കാണുന്ന ഒരു ചേച്ചി കണ്ടിട്ടുണ്ട്. അങ്ങനെ ദൃക്സാക്ഷികളുടെ എണ്ണം കൂടുന്നു, പരാതികളുടെ എണ്ണം കൂടുന്നു, SITക്ക് തലവേദനയാകുന്നു. ഈ ഒരു അന്വേഷണത്തിന് വലിയ രീതിയിലെ പുരോഗതികൾ ഉണ്ടാവുന്നു. ഒരിക്കലും ഒരു കുറ്റവാളിയും പന പോലെ വളർത്താതിരിക്കുക. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യന്മാരും എന്ന ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ഒരുപാട് ആഗ്രഹത്തോടു കൂടി പറക്കാൻ ആഗ്രഹിച്ച പൂമ്പാറ്റകളെ കൊന്നൊടുക്കിയ ആ നാറുകളെ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. വീണ്ടും പ്രതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.